ഹലോ ഗൈസ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതവും ഗോവിന്ദും മാറി നിന്ന് രാധികാമ്മ രാവിലെ മാനേജറിനോട് പറയുന്നൊക്കെ കേൾക്കുവാണ്. അപ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട്, എൻ്റെ ഈ കൊടയുടെ ഭാഗം മുറിച്ച് കീറിയിട്ടാണ് അയാൾ മുഖംമൂടി ഉണ്ടാക്കിയത്. പിന്നെ ഫിംഗർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആരാണ് കുറ്റവാളി എന്ന് മനസ്സിലാക്കാനും പറ്റുമല്ലോ എന്ന് പ്രിയയും പറയുവാണ്. അങ്ങനെ ഫ്ലവർ വേസിൽ ഫിംഗർ പ്രിൻ്റ് എടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ഗീതു ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുവാണ്. അപ്പം ഗോവിന്ദനോട് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷിക്കേണ്ട, CCTV ക്യാമറ നോക്കി കഴിയുമ്പോൾ എൻ്റെ മാത്രമല്ല, മുഖംമൂടി മുഖംമൂടി വെച്ച് കണ്ണേട്ടൻ്റെ മുഖവും കാണും എന്ന് പറയുവാണ് കേട്ടോ. ആ സമയത്ത് രാധിക പറയുകയാണ്, എടോ CCTV ദൃശ്യങ്ങൾ എന്തിയടോ എന്ന് ചോദിക്കുമ്പോൾ മാനേജർ പറയുകയാണ്, അത് ഹാർഡ് ഡിസ്ക് മോഷണം പോയി മാഡം, ഹാർഡ് ഡിസ്കും കൊണ്ടാണ് അയാൾ പോയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗീതു പറയാണ്, അത് കൊള്ളാലോ, അപ്പോൾ ഹാർഡ് ഡിസ്ക് അടിച്ചുകൊണ്ടാണോ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നത്, ഞാൻ ആദ്യം ഹാർഡ് ഡിസ്ക് അടിച്ച് മാറ്റിയിട്ടാണ് ഈ പരിപാടിക്കെല്ലാം പോയെന്ന് പറയുവാണ്. അത് കഴിയുമ്പോൾ ഗീതു പറയുകയാണ്, ഇനി ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കാമെന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ പറയുകയാണ്, നിങ്ങളുടെ എംപ്ലോയീസ് ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തേക്കുന്നത്, എല്ലാ ഗേറ്റും എത്രയും പെട്ടെന്ന് അടയ്ക്കുക, പോലീസുകാർ വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാമെന്ന് പറയുകയാണ് കേട്ടോ. ഗീതു പറയുകയാണ്, പിന്നാമ്പുറത്തെ വാതിൽ കൂടെ ഇങ്ങനെ ഓടി രക്ഷപ്പെടാൻ വാ, ഇത് നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്ന് പറയുവാണ്. ആ സമയത്ത് വരുൺ രേഖയോട് ചോദിക്കുന്നുണ്ട്, സത്യം പറ, നീ ഒരു പ്ലാൻ ബി ആയിട്ട് പാല് തന്നിട്ട് ഞാൻ കുടിച്ചില്ലെങ്കിൽ എൻ്റെ തലക്കടിച്ച് വീഴ്ത്താൻ വേണ്ടി നീ തന്നെ ചെയ്തതാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് രേഖ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ വരുണേട്ടാ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ഗീതവും ഗോവിന്ദും മുറിയിലെത്തി കഴിയുമ്പോഴത്തേക്കും ഗീതു പറയാണ്, നമ്മളിനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് പറയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, അജാസ് ഇങ്ങ് വരുന്നുണ്ട് മീറ്റിങ്ങിന് വേണ്ടി, ഞാൻ അജാസിനെ വിളിച്ച് പറയാം, അജാസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയും അജാസിനോട് രക്ഷപ്പെടാം എന്ന് പറയുകയാണ്. ആ സമയത്ത് അവർണിക അജാസും കൂടെ റിസോർട്ടിൽ അങ്ങോട്ട് പോവുകയാണ് ഗോവിന്ദ് പറഞ്ഞതനുസരിച്ച്. അപ്പോൾ അജാസിനെ വിളിച്ച് ഗോവിന്ദ് കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം കേട്ടിട്ട് അജാസ് പറയുന്നുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, നിങ്ങളെല്ലാ സാധനവും പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരുന്നു, ടെൻഷനൊന്നും ആവണ്ട എന്ന് പറയുവാണ്. അതേ സമയത്ത് അജാസിനെ അവർണികനെ ഫോളോ ചെയ്ത് കിഷോർ വരുന്നുണ്ട് പുറകെ. ഇവർ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇവർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് ചെല്ലണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ആകെ പ്രശ്നമായി കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ ഗീതവും ഗോവിന്ദും സാധനമൊക്കെ പാക്ക് ചെയ്യുവാണ് പോകാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മയും കാഞ്ചനയും കൂടെ ആ വഴി പോരുവാണ്. അപ്പോൾ ഇവരെ കപ്പിൾസിനെ മുറി കണ്ടിട്ട് പറയുകയാണ്, ഇവിടെ നടന്നൊന്നും അറിഞ്ഞു കാണുമല്ലേ, ഇനി ഇവർ കണ്ടു കാണുമോ ആ കള്ളനെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കാഞ്ചന പറയുന്നുണ്ട്, അവർ നമ്മളെ കണ്ടിട്ടില്ല, പിന്നെയാണോ കള്ളനെ കാണാൻ പോണേ എന്നിങ്ങനെ പറയുവാണ്. എന്നാലും അധികം പറയും, എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം, അന്നറിയണ്ടേ, എന്തായാലും ഇത്രയും വന്നതല്ലേ, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുമ്പോഴേക്കും കാഞ്ചനയും പറയാം, അത് നേരാ, ഞാൻ ആ കപ്പിൾസിനെ കണ്ടിട്ടില്ല, മാമി ചെന്ന് എന്തായാലും മുട്ട് നമുക്കൊന്ന് കാണാം എന്ന് പറയുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്ന് ആ വാതിൽ ബെല്ലൊക്കെ അടിക്കുവാണ് കേട്ടോ. ആ ബെല്ലടിച്ച് കഴിയുമ്പോഴേക്കും ഗീതവും ഗോവിന്ദും ഇതാരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ ഡോർ ഹോളിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ കാഞ്ചനനെ രാധികാമ്മേനും കാണുവാണ്. ഞെട്ടി ഗോവിന്ദ് പുറകോട്ട് പോവുകയാണ്. അപ്പോഴേക്കും പറയുകയാണ്, രാധികാമ്മ എന്നിങ്ങനെ പേടിച്ച് പറയുമ്പോഴത്തേക്കും ഗീതു പറയുകയാണ്, ഇനി എന്തോ ചെയ്യും, ഇവരെന്തിനാ വാതിലിങ്ങനെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ രണ്ടും കൽപ്പിച്ച് ഗീതു പറയുകയാണ്, ഞാനിപ്പോൾ ഒരു പരിപാടി കാണിക്കും, ഗോവിന്ദാണ്ട് അവിടെ മിണ്ടാതെ മാറി നിന്നോണം എന്ന് പറഞ്ഞ് വായിൽ വിരലിട്ട് ഒരു ഫോറിൻ ആക്സൻറ്റ് സംസാരിക്കാൻ തുടങ്ങുവാണ് കേട്ടോ ഗീതു. ഗീതു ചോദിക്കുവാണ്, ഹൂ ദ ഹെൽ അറിയോ, എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കാഞ്ചന പറയാം, മദാമയായിരുന്നോ, ഇനി എന്തോ ചെയ്യും. അത് കഴിയുമ്പോഴേക്കും ഗീതു അകത്തുനിന്ന് പോലീസിനെ വിളിക്കും, ഇനി ഇവിടെ വന്ന് തല്ലി പൊളിച്ചാണെന്നൊക്കെ പറയുവാണ്. ഇതൊക്കെ കേട്ട് രാധികാമ്മ ആകെ ചമ്മി നാറി നിൽക്കുവാണ് കേട്ടോ. കൂടെ 4-5 ചീത്ത രാധികാമ്മനെ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാധികാമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് ഗീതു പറയുന്നുണ്ട്, പോയി രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ മുഖം ചെറുതായിട്ട് ചുളിച്ച് നിൽക്കുമ്പോഴത്തേക്കും ഗീതു ചോദിക്കുകയാണ്, എന്താ കണ്ണേട്ടാ ഒരു സങ്കടം എന്ന് പറയുമ്പോഴേക്കും, അല്ല ഇത് നീ രാധികാമ്മ ആയതുകൊണ്ട് മനഃപൂർവ്വം വിളിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ്. ഗോവിന്ദാണ്ട് ഈ ചോദ്യം ചോദിക്കും, ഗോവിന്ദാണ്ട് മനസ്സിൽ ഇതായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു എന്ന് ഗീതു പറയുമ്പോഴത്തേക്കും ഗീതു പറയാണ്, പക്ഷെ പേടിക്കേണ്ട, ഗോവിന്ദാണ്ടൻ ചിന്തിച്ച പോലെ തന്നെ ഞാൻ മനഃപൂർവ്വം വിളിച്ചാൽ, കുറച്ച് നാളായിട്ട് വിളിക്കണം എന്ന് ഓർത്തിരുന്ന എല്ലാം വിളിക്കാൻ പറ്റി, മനസ്സിനിപ്പോൾ എന്തൊരു സുഖം, എന്തൊരു സമാധാനം എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുന്ന ഗോവിന്ദന് 4 പറയണമെന്നുണ്ട്, പക്ഷേ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഗോവിന്ദ്. അവളുടെ അവസരം ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ. അതേ സമയത്ത് നമ്മുടെ അജാസ് അവിടെ നിന്ന് ബോട്ടിൽ കയറി പോവാണ്. കിഷോർ ഫോളോ ചെയ്ത് വരുമ്പോഴത്തേക്കും ബോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ബോട്ട് പോയത് നോക്കി വായും പൊളിച്ച് നിൽക്കുന്ന കിഷോറിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.